ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് സാമ്പാർ പൊടിയില്ലാത്ത സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്, സാമ്പാർ പരിപ്പ് എടുത്തിട്ട് നമുക്ക് കുതിർത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വന്ന നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിടാം, കറിവേപ്പിലിടാം, വറ്റൽമുളകിടാം, 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർക്കാൻ മറക്കണ്ട കേട്ടോ. ജീരകപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാമ്പാർ ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ചോറിനാണ് ഈ സാമ്പാർ വേണ്ടതെങ്കിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, ഒരു കിടിലൻ സാമ്പാർ ഇവിടെ റെഡിയായില്ലേ.